ഹലോ മക്കളെ, നമുക്ക് അടുത്തത് ഡിസ്കസ് ചെയ്യാനുള്ളത് +2 സോളജിയിലെ മൈക്രോബ്സ് ഇൻ ഹ്യൂമൻ വെൽഫെയർ എന്ന് പറയുന്ന ചാപ്റ്ററാണ്. മൈക്രോബ്സ് എന്ന് പറയുമ്പോൾ ആദ്യം തന്നെ നമ്മുടെ മനസ്സിലേക്ക് എന്താ വരിക? അസുഖമുണ്ടാക്കുന്ന ഏജൻറ്റുകൾ എന്നാണ് മനസ്സിലേക്ക് വരിക, അല്ലേ? പക്ഷേ എല്ലാ മൈക്രോബ്സുകളും നമുക്ക് അസുഖങ്ങളൊന്നും ഉണ്ടാക്കൂല. ഓക്കെ, മനുഷ്യന് ഉപകാരപ്രദമായിട്ടുള്ള മൈക്രോബ്സുകളുമുണ്ട്. അവരെ കുറിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. മൈക്രോബ്സ് ഇൻ ഹ്യൂമൻ വെൽഫെയർ. ഓക്കെ, ഈ ക്ലാസ്സിൻ്റെ PDF നോട്ട് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പ്ലേ സ്റ്റോറിൽ പോയി കണ്ട് CM അക്കാഡമിയുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. എന്നിട്ട് അതിലെ ഫ്രീ മെറ്റീരിയൽ എന്ന് പറയുന്ന ഭാഗത്ത് നിന്നും നിങ്ങൾക്ക് ഈ ചാപ്റ്ററിൻ്റെ നോട്ട്സ് ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഇനി ഐഫോണാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ മൈ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്ന ആപ്പാണ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യേണ്ടത്. ഓക്കെ, അടുത്ത വർഷത്തെ 2026-27 വർഷത്തെ നീറ്റ് റിപ്പീറ്റേഴ്സ് ബാച്ചിലേക്ക്, അതേപോലെ JEE ബാച്ചിലേക്കുള്ള അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ 5000 റുപ്പീസ് അടച്ചുകൊണ്ട് നിങ്ങളുടെ സീറ്റ് ബുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, ഓഫ്ലൈനും ഓൺലൈനായിട്ടും കോഴ്സുകൾ അവൈലബിൾ ആണ്. ഈ നമ്പറിലാണ് കോൺടാക്റ്റ് ചെയ്യേണ്ടത്. ഓക്കെ, നമുക്ക് ചാപ്റ്ററിലേക്ക് കടക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് ഉപകാരപ്രദമുള്ള മൈക്രോബ്സുകൾ ഉണ്ട് എന്ന് പറഞ്ഞു. ഏതൊക്കെയാണ് നമുക്ക് ഉപകാരപ്രദമായ മൈക്രോബ്സുകൾ? ബാക്ടീരിയ ഉണ്ട്, വൈറസുകളുണ്ട്, ഫംഗസുകളുണ്ട്. ഇതൊക്കെയാണ് നമുക്ക് ഉപകാരപ്രദമായിട്ടുള്ള മൈക്രോബ്സുകൾ നമുക്ക് ഏതൊക്കെ മേഖലയിലാണ് മൈക്രോബ്സുകൾ നമുക്ക് ഉപയോഗം വരിക എന്ന് നോക്കിക്കോ. ഫസ്റ്റത്തത് മൈക്രോബ്സ് ഇൻ ഹൗസ് ഹോൾഡ് പ്രോഡക്റ്റ്. വീട്ടിലെ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ മൈക്രോബ്സുകൾ ഉപയോഗിക്കും. ഇൻഡസ്ട്രിയൽ പ്രൊഡക്ട്സുകളുടെ പ്രിപ്പറേഷന് വേണ്ടിയിട്ട് നമ്മൾ മൈക്രോബ്സുകൾ ഉപയോഗിക്കും. സീവേജ് ട്രീറ്റ്മെൻറ്റ്, വേസ്റ്റ് വാട്ടർ ട്രീറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ മൈക്രോബ്സുകൾ ഉപയോഗിക്കും. ബയോഗ്യാസ് പ്രിപ്പറേഷന് വേണ്ടിയിട്ട് നമ്മൾ മൈക്രോബ്സുകൾ ഉപയോഗിക്കും. ബയോ കൺട്രോൾ ഏജൻ്റായിട്ടും ബയോ ഫെർട്ടിലൈസറുകളായിട്ടും നമ്മൾ ഉപയോഗിക്കും, മൈക്രോബ്സുകളെ ഉപയോഗിക്കും. ഓക്കെ, നമ്മൾ ആദ്യം തന്നെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോണത് മൈക്രോബ്സ് ഇൻ ഹൗസ് ഹോൾഡ് പ്രോഡക്റ്റ് ആണ്. വീട്ടുൽപ്പന്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന മൈക്രോബ്സുകളിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ആരെന്നറിയോ? ലാക്ടോബാസിലസ് അല്ലെങ്കിൽ ലാക്റ്റിക് ആസിഡ് ബാക്ടീരിയ എന്ന് പറയും. ഓക്കെ, ഈ ലാബിൻ്റെ ഉപയോഗം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേർഡ്ലിംഗ് ഓഫ് മിൽക്കാണ്. മിൽക്കിനെ കേടാക്കി മാറ്റാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ബാക്ടീരിയ ആണ് ആര്? ലാബ് എന്ന് പറയുന്ന ബാക്ടീരിയ. ഈ ലാബ് ഉണ്ടല്ലോ, ലാബിൻ്റെ ഉപയോഗം എന്തോ, ലാബ് അടങ്ങിയിട്ടുള്ള കേട് നിങ്ങൾ കഴിച്ചു കഴിഞ്ഞാലുള്ള മെച്ചം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലാബ് ഇൻക്രീസസ് വൈറ്റമിൻ B12 കണ്ടന്റ് ഇൻ കേടാണ്. കേടിലെ വൈറ്റമിൻ B12ൻ്റെ കണ്ടന്റ് കൂട്ടും ആര്? ലാബ് വേറെയും ഒരു കാര്യം ചെയ്യും. ഇൻ സ്റ്റൊമക് ലാബ് ഹെൽപ്പ് ടു ചെക്ക് പാത്തോജൻ. നിങ്ങളുടെ ശരീരത്തിൽ ഏതെങ്കിലും പാത്തോജനിക് മൈക്രോബ്സുകൾ വളരുന്നുണ്ടെങ്കിൽ ലാബ് ഉണ്ടല്ലോ, ആ പാത്തോജൻസിൻ്റെ ഗ്രോത്തിനെ കൺട്രോൾ ചെയ്യും. ഇതാണ് ലാബിൻ്റെ മെച്ചം. ഓക്കെ, പഠിച്ചു വെച്ചോ. ഇനി നമ്മൾ ഉപയോഗിക്കുന്ന അടുത്തൊരു മൈക്രോബ്സ് ആണ്, വീട്ടിലെ പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന അടുത്തൊരു മൈക്രോബ്സ് ആണ് സക്കാരോമൈസസ് സെർവീസിയ എന്ന് പറയുന്ന ഈസ്റ്റ്. ഇതിനെ നമ്മൾ ബേക്കേഴ്സ് ഈസ്റ്റ് എന്നാണ് വിളിക്കുക. എന്താണ് ഇതിൻ്റെ ഉപയോഗം? ഇറ്റ് ഈസ് യൂസ്ഡ് ടു മേക്ക് ബ്രെഡ് ബൈ ഫെർമെൻറ്റിംഗ് ഡോ. അതായത് മാവിനെ ഫെർമെൻറ്റ് ചെയ്തിട്ട് ബ്രെഡ് ഉണ്ടാക്കാൻ വേണ്ടി സഹായിക്കുന്ന ഈസ്റ്റാണ് ബേക്കേഴ്സ് ഈസ്റ്റ് അല്ലെങ്കിൽ സക്കാരോമൈസസ് സെർവീസിയ എന്ന് പറയും. അടുത്ത ഒരു ബാക്ടീരിയമാണ് നമ്മൾ ഉപയോഗിക്കുക. ആ ബാക്ടീരിയയുടെ പേരാണ് പ്രൊപ്പിയോണി ബാക്ടീരിയം ഷെർമാനി എന്ന് പറയും. എന്താണ് ഇതിൻ്റെ ഉപയോഗം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്വിസ് ചീസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ബാക്ടീരിയയാണ് പ്രൊപ്പിയോണി ബാക്ടീരിയം ഷെർമാനി എന്ന് പറയുന്ന ബാക്ടീരിയ. ഈ സ്വിസ് ചീസിൽ നിങ്ങൾക്ക് കുറേ ലാർജ് ഹോൾസ് കാണാൻ വേണ്ടി പറ്റും. എങ്ങനെയാണ് ഈ ഹോൾസ് ഉണ്ടാവുക? ഈ പ്രൊപ്പിയോണി ബാക്ടീരിയം ഷെർമാനി മിൽക്കിനെ ഈ ഫെർമെൻറ്റേഷൻ നടത്തുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് റിലീസ് ചെയ്യും. ഈ കാർബൺ ഡൈ ഓക്സൈഡ് റിലീസ് ചെയ്യുമ്പോഴാണ് ഈ സ്വിസ് ചീസിൽ ഹോൾസുകളൊക്കെ ഉണ്ടാവുക. ഇനി അടുത്തൊരാളാണ് റോക്കി ഫോർട്ട് ചീസ് എന്ന് പറയുന്ന ചീസ്. ഈ റോക്കി ഫോർട്ട് ചീസിനുണ്ടല്ലോ ഒരു പ്രത്യേക തരത്തിലുള്ള ടെക്സ്ചറും ഫ്ലേവറും ഒക്കെയാണ് ഉണ്ടാവുക. അതിന് കാരണം ഈ റോക്കി ഫോർട്ട് ചീസിൻ്റെ മുകളിൽ ഒരു ഫംഗസ് വളരുമ്പോഴാണ്. ആ ഫംഗസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പെൻസിലിയം റോക്കി ഫോർട്ടി എന്ന് പറയുന്ന ഫംഗസ് വളരുമ്പോഴാണ് ഈ റോക്കി ഫോർട്ട് ചീസിന് പ്രത്യേക തരത്തിലുള്ള ടെക്സ്ചറും ഫ്ലേവറും ഒക്കെ കിട്ടുക. അപ്പം ഈ പെൻസിലിയം റോക്കി ഫോർട്ടി എന്ന് പറയുന്ന ഫംഗസും നമ്മുടെ ഹൗസ് ഹോൾഡ് പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ആളാണ്. ഓക്കെ, ഇനി നമ്മൾ മൈക്രോബ്സുകൾ ഉപയോഗിച്ചിട്ട് ലാർജ് സ്കെയിലിൽ നമ്മൾ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ട്സുകൾ ഉണ്ടാക്കും. ഓക്കെ, അതിനൊരു എക്സാമ്പിളാണ് ഫെർമെൻറ്റഡ് ബിവറേജസ്. ഓക്കെ, ബിവറേജസുകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഈസ്റ്റാണ് സക്കാരോമൈസസ് സെർവീസിയ. അത് നമ്മൾ ബ്രിവേഴ്സ് ഈസ്റ്റ് എന്ന് പറയും. അപ്പോൾ ബേക്കേഴ്സ് ഈസ്റ്റും ബ്രിവേഴ്സ് ഈസ്റ്റും ആര് തന്നെയാണ്? സക്കാരോമൈസസ് സെർവീസിയ തന്നെയാണ്. ഓക്കെ, ഈ സക്കാരോമൈസസ് സെർവീസിയ ഉപയോഗിച്ച് കാണാൻ നമ്മൾ എങ്ങനെയാണ് ബിവറേജസുകൾ ഉണ്ടാക്കുക? അതിൻ്റെ റോ മെറ്റീരിയൽ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാൾട്ടഡ് സീറൽസും ഫ്രൂട്ട് ജ്യൂസുമാണ്.
എന്താ മക്കളെ മാൾട്ടഡ് സിയറൽസ്? മാൾട്ടോസിൻ്റെ കണ്ടന്റ് ഉള്ള ധാന്യങ്ങൾ. അതിനൊരു എക്സാമ്പിളാണ് ബാർലി. ഈ ബാർലിയെയും ഫ്രൂട്ട് ജ്യൂസിനെയും സെക്കാരോമൈസസ് സെർവീസിയെ ഫെർമെൻറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് ആരെ കിട്ടുക? ബിവറേജസുകളെ കിട്ടുക. ഈ ബിവറേജസ് 2 ടൈപ്പിലുണ്ട്. ഡിസ്റ്റിലേഷൻ പ്രോസസ്സ് വഴി ഉണ്ടാക്കുന്ന ബിവറേജസും, ഓക്കെ, ഡിസ്റ്റിലേഷൻ പ്രോസസ്സ് ഇല്ലാതെ വിത്തൗട്ട് ഡിസ്റ്റിലേഷൻ വഴി ഉണ്ടാക്കുന്ന ബിവറേജസുകളുമുണ്ട്. വിത്തൗട്ട് ഡിസ്റ്റിലേഷൻ വഴി ഉണ്ടാക്കുന്ന ബിവറേജസുകളാണ് വൈനും ബിയറും. ഇവരെ കേസിൽ ആൽക്കഹോളിൻ്റെ കണ്ടന്റ് എന്തായിരിക്കും? കുറവായിരിക്കും, ഡിസ്റ്റിലേഷൻ പ്രോസസ്സ് ഇല്ലാത്തത് കൊണ്ട്. ഇനി ഡിസ്റ്റിലേഷൻ പ്രോസസ്സ് വഴി ഉണ്ടാക്കുന്ന ബിവറേജസുകളാണ് വിസ്കി, ബ്രാൻഡി, റമ്മ്, ജിന്ന്, അരാക്ക്. ഇവരയിൽ ഡിസ്റ്റിലേഷൻ പ്രോസസ്സ് ഉള്ളത് കൊണ്ട് ആൽക്കഹോളിൻ്റെ കണ്ടന്റ് കൂടുതലായിരിക്കും എന്നുള്ള കാര്യം ഒന്ന് ഓർത്ത് വെക്കുക. ഇനി മൈക്രോബ്സുകൾ ഉപയോഗിച്ചുകൊണ്ട് ലാർജ് സ്കെയിലിൽ നിങ്ങൾക്ക് ആൻറ്റിബയോട്ടിക്കുകൾ ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. ഒരു ആൻറ്റിബയോട്ടിക്കിന് എക്സാമ്പിളാണ് പെൻസിലിൻ എന്ന് പറയുന്ന ആൻറ്റിബയോട്ടിക്. ഈ പെൻസിലിൻ എന്ന് പറയുന്ന ആൻറ്റിബയോട്ടിക്കിനെ ഡിസ്കവർ ചെയ്ത ആളെ പേരാണ് അലക്സാണ്ടർ ഫ്ലെമിംഗ് ആണ്. ഏത് മൈക്രോബ്സിൽ നിന്നാണ് ഇതിനെ നമ്മൾ ഐസൊലേറ്റ് ചെയ്തെടുത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പെൻസിലിയം നൊട്ടേറ്റം എന്ന് പറയുന്ന മോൾഡിൽ നിന്നാണ് നമ്മൾ പെൻസിലിൻ എന്ന് പറയുന്ന ആൻറ്റിബയോട്ടിക്കിനെ ഐസൊലേറ്റ് ചെയ്തെടുത്തത്. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് പറയാനുള്ളത് മൈക്രോബ്സുകൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ കെമിക്കൽസും എൻസൈമുകളും ബയോ ആക്റ്റീവ് മോളിക്യൂളുകളും ഉണ്ടാക്കും. ഓക്കെ, അപ്പം മൈക്രോബ്സുകൾ ഉപയോഗിച്ചിട്ട് നമ്മൾ ഓർഗാനിക് ആസിഡ്സുകളെ ഉണ്ടാക്കും. ഓക്കെ, എക്സാമ്പിളാണ് ആസ്പെർജില്ലസ് നൈഗർ എന്ന് പറയുന്ന ഫംഗസ് ഉപയോഗിച്ചിട്ട് നമ്മൾ ഇൻഡസ്ട്രിയൽ സ്കെയിലിൽ സിട്രിക് ആസിഡ് പ്രൊഡ്യൂസ് ചെയ്യും. അസറ്റോബാക്ടർ അസെറ്റി എന്ന് പറയുന്ന ബാക്ടീരിയം ഉപയോഗിച്ച് നമ്മൾ അസറ്റിക് ആസിഡ് ഉണ്ടാക്കും. ക്ലോസ്ട്രീഡിയം ബ്യൂട്ടിലിക്കം എന്ന് പറയുന്ന ബാക്ടീരിയം ഉപയോഗിച്ചുകൊണ്ട് ബ്യൂട്രിക് ആസിഡ് ഉണ്ടാക്കും. ലാക്ടോബാസിലസ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ലാക്റ്റിക് ആസിഡ് ബാക്ടീരിയാസിന് ഉണ്ടാക്കും. ആൽക്കഹോൾ നമ്മൾ ഈ സെക്കാരോമൈസസ് സർവീസ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എഥനോൾ എന്ന് പറയുന്ന ആൽക്കഹോളിനെ ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യും. ഇതൊക്കെ മാച്ച് ദ ഫോളോയിങ്ങിൽ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്, പഠിച്ചു വെക്കണം. ഇനി നമുക്ക് അടുത്തത് പഠിക്കാനുള്ളത് മൈക്രോബ്സുകൾ ഉപയോഗിച്ചിട്ട് നമ്മൾ എൻസൈമുകളെ പ്രൊഡ്യൂസ് ചെയ്യും. ഏതൊക്കെയാണ് എൻസൈമുകൾ എന്ന് നോക്കിക്കോ. ഒന്നാമത്തെ എൻസൈമാണ് മക്കളെ ലിപ്പേസസ് എന്ന് പറയും. എന്താണ് ഈ എൻസൈമിൻ്റെ ഉപയോഗം? യൂസ്ഡ് ഇൻ ഡിറ്റർജൻറ്റ് ഫോർമുലേഷൻ. ഡിറ്റർജൻസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആര് ഉപയോഗിക്കും? ലിപ്പേസസ് ഉപയോഗിക്കും. എന്താണ് ഈ ലിപ്പേസസിൻ്റെ ഉപയോഗം? ഹെൽപ്സ് ടു റിമൂവ് ഓയിലി സ്റ്റെയിൻ ഫ്രം ലോണ്ടറി. നമ്മുടെ ഡ്രസ്സിലൊക്കെ ഓയിലി സ്റ്റെയിൻ ഉണ്ടെങ്കിൽ ഓക്കെ, ലിപ്പേസസ് അടങ്ങിയ ഡിറ്റർജൻസുകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ ഓയിലി സ്റ്റെയിനുകളൊക്കെ പെട്ടെന്ന് റിമൂവ് ആവും. അതാണ് ലിപ്പേസസ് എന്ന് പറയുന്ന എൻസൈമിൻ്റെ ഉപയോഗം. മൈക്രോബ്സുകളാണ് ഈ ലിപ്പേസസിനെ പ്രൊഡ്യൂസ് ചെയ്യുക. പെക്ടിനേസസ് ആൻഡ് പ്രോട്ടിയേസസ് എന്ന് പറയുന്നതാണ് രണ്ടാമത്തെ എൻസൈം. ഓക്കെ, ഇവരുടെ ഉപയോഗം ബോട്ടിൽഡ് ജ്യൂസുകളെ ക്ലാരിഫിക്കേഷനാണ്. മൂന്നാമത്തെ എൻസൈമാണ് സ്ട്രെപ്റ്റോകൈനേസ് എന്ന് പറയുന്ന എൻസൈം. ഇതിനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആൾ സ്ട്രെപ്റ്റോകോക്കസ് എന്ന് പറയുന്ന ബാക്ടീരിയയാണ്. യൂസ്ഡ് ആസ് എ ക്ലോട്ട് ബസ്റ്റർ ടു റിമൂവ് ക്ലോട്ട് ഫ്രം ദ ബ്ലഡ് വെസൽസ് ഓഫ് പേഷ്യൻറ്റ് ഹു ഹാവ് ഹാർട്ട് അറ്റാക്ക്. അതായത് ഹാർട്ട് അറ്റാക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ബ്ലഡ് വെസൽസിൽ പല സ്ഥലത്ത് ബ്ലഡ് ക്ലോട്ട് ചെയ്യും. ആ ബ്ലഡ് ക്ലോട്ടിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ശരീരത്തിലേക്ക് ഡോക്ടേഴ്സ് ഇഞ്ചക്ട് ചെയ്യുന്ന ഒരു എൻസൈമാണ് സ്ട്രെപ്റ്റോകൈനേസ്. ഇവരെന്ത് ചെയ്യുന്നു എന്നറിയോ? ആ ബ്ലഡ് ക്ലോട്ടിനെ അലിയിച്ച് കളയും. അതുകൊണ്ട് ഇവരെ നമ്മൾ ക്ലോട്ട് ബസ്റ്റർ എന്നാണ് വിളിക്കുക. ഈ സ്ട്രെപ്റ്റോകൈനേസിനെ പ്രൊഡ്യൂസ് ചെയ്തത് സ്ട്രെപ്റ്റോകോക്കസ് എന്ന് പറയുന്ന ബാക്ടീരിയയാണ്. ഇതാണ് മൈക്രോബ്സുകൾ ഉപയോഗിച്ച് പ്രൊഡ്യൂസ് ചെയ്യുന്ന എൻസൈമുകൾ. ഓക്കെ, ഇനി മൈക്രോബ്സുകൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ബയോ ആക്റ്റീവ് മോളിക്യൂളുകളെ പ്രൊഡ്യൂസ് ചെയ്യും. ഏതൊക്കെയാണ് ബയോ ആക്റ്റീവ് മോളിക്യൂളുകൾ എന്ന് ശ്രദ്ധിച്ചോ. ഒന്നാമത്തെ ബയോ ആക്റ്റീവ് മോളിക്യൂളാണ് സൈക്ലോസ്പോറിൻ എ എന്ന് പറയും. ഇതിനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഫംഗസ് ആണ്. ആ ഫംഗസിൻ്റെ പേര് ട്രൈക്കോഡെർമ പോളിസ്പോറം എന്ന് പറയുന്ന ഫംഗസ് ആണ്. എന്താണ് ഇതിൻ്റെ ഉപയോഗം? ഇമ്മ്യൂണോ സപ്രസീവ് ഏജന്റ് ആയിട്ട് ഉപയോഗിക്കും ഇൻ ഓർഗൻ ട്രാൻസ്പ്ലാന്റ് പേഷ്യൻറ്റ്. അതായത് ഓർഗൻ ട്രാൻസ്പ്ലാന്റ് ചെയ്ത ആൾക്കാരുടെ ഇമ്മ്യൂണിറ്റി നമ്മൾ കുറയ്ക്കണം. ഇമ്മ്യൂണിറ്റി കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇമ്മ്യൂണോ സപ്രസീവ് ഏജന്റ് ആയിട്ട് ഉപയോഗിക്കുന്ന ബയോ ആക്റ്റീവ് മോളിക്യൂളാണ് ആര്? സൈക്ലോസ്പോറിൻ എ എന്ന് പറയുന്ന ബയോ ആക്റ്റീവ് മോളിക്യൂൾ. ഇനി അടുത്തൊരു ബയോ ആക്റ്റീവ് മോളിക്യൂളാണ് സ്റ്റാറ്റിൻ എന്ന് പറയുന്ന ബയോ ആക്റ്റീവ് മോളിക്യൂൾ. ഇതിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് മൊണാസ്കസ് പെർപ്യൂരിയസ് എന്ന് പറയുന്ന ഈസ്റ്റ് ആണ്. എന്താണ് ഇതിൻ്റെ ഉപയോഗം? ബ്ലഡ് കൊളസ്ട്രോൾ ലോവറിംഗ് ഏജന്റ് ആണ്. നിങ്ങളുടെ ബ്ലഡ് കൊളസ്ട്രോളിനെ കുറയ്ക്കാൻ വേണ്ടി സഹായിക്കുന്ന ബയോ ആക്റ്റീവ് മോളിക്യൂളാണ് സ്റ്റാറ്റിൻ. പഠിച്ചു വെക്കണം. ഇനി മൂന്നാമത്തത് ഇമ്പോർട്ടൻ്റ് ആണ്, മൈക്രോബ്സ് ഇൻ സീവേജ് ട്രീറ്റ്മെൻറ്റ്. ഓക്കെ, സീവേജിനെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആരുപയോഗിക്കും? മൈക്രോബ്സുകളെ ഉപയോഗിക്കും. ഓക്കെ, എന്താണ് സീവേജ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുനിസിപ്പൽ വേസ്റ്റ് വാട്ടറാണ്. ഓക്കെ, ഇതിൽ എന്തൊക്കെയാണ് അടങ്ങിയിട്ടുള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ഓർഗാനിക് മാറ്റർ ഉണ്ടായിരിക്കും, അതേപോലെ തന്നെ മൈക്രോബ്സുകൾ ഉണ്ടായിരിക്കും, അതേ പാത്തോജനിക് മൈക്രോബ്സുകൾ ഉണ്ടായിരിക്കും, എസ്പെഷ്യലി ഹ്യൂമൻ എക്സ്ക്രീറ്റ ഉണ്ടായിരിക്കും. ഇതെല്ലാം കൂടെ അടങ്ങിയിട്ടുള്ള മുനിസിപ്പൽ വേസ്റ്റ് വാട്ടറിനെയാണ് നമ്മൾ എന്ത് പേര് വിളിക്കുക? സീവേജ് എന്ന് വിളിക്കാം. ഓക്കെ അല്ലേ? അപ്പോൾ ഈ സീവേജ് പണ്ട് കാലത്തൊക്കെ നാച്ചുറൽ വാട്ടറിലേക്ക് അങ്ങോട്ടേക്ക് റിലീസ് ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ ഗവൺമെൻറ് പറയാണ് ഈ സീവേജിനെ നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് നാച്ചുറൽ വാട്ടർ ബോഡിയിലേക്ക് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ നാച്ചുറൽ വാട്ടർ ഒക്കെ എന്തായി പോകും?
ഹൈലി പൊല്യൂട്ടഡ് ആവും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ സീവേജിനെ ട്രീറ്റ് ചെയ്തിട്ട് ലെസ് പൊല്യൂട്ടഡ് ആക്കി മാറ്റിയതിന് ശേഷം മാത്രമേ നാച്ചുറൽ വാട്ടറിലേക്ക് റിലീസ് ചെയ്യാൻ വേണ്ടി പറ്റുകയുള്ളൂ എന്ന് അങ്ങോട്ടേക്ക് പറയാണ്. അതിൻ്റെ ഫലമായിട്ടാണ് നമ്മൾ എന്തുണ്ടാക്കിയത് എന്നറിയോ, സീവേജ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് ഉണ്ടാക്കിയത്. ടു മേക്ക് സീവേജ് ലെസ് പൊല്യൂട്ടഡ് ആണ്. സീവേജിനെ ലെസ് പൊല്യൂട്ടഡ് ആക്കി മാറ്റാൻ വേണ്ടിയിട്ട് എന്തുണ്ടാക്കി, സീവേജ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റുകൾ ഉണ്ടാക്കി. 2 സ്റ്റെപ്പുകളാണ് സീവേജ് ട്രീറ്റ്മെൻറ്റിൽ നമ്മൾ ഫോളോ ചെയ്യുന്നത്. സീവേജിനെ ലെസ് പൊല്യൂട്ടഡ് ആക്കാൻ പ്രൈമറി ട്രീറ്റ്മെൻറ്റും സെക്കൻഡറി ട്രീറ്റ്മെൻറ്റുമാണ്. ഓക്കെ, ആദ്യം ഞാൻ പറയുന്നത് പ്രൈമറി ട്രീറ്റ്മെൻറ്റിനെ കുറിച്ചിട്ടാണ്. എന്തിനാണ് പ്രൈമറി ട്രീറ്റ്മെൻറ്റ് ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫിസിക്കൽ റിമൂവൽ ഓഫ് പാർട്ടിക്കിൾസ് ആണ്. അതായത് ആ സീവേജിലുള്ള നമുക്ക് കണ്ണുകൊണ്ടൊക്കെ കാണാൻ വേണ്ടി കഴിയുന്ന പാർട്ടിക്കിൾസിനെ ഫിസിക്കലി റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രൈമറി ട്രീറ്റ്മെൻറ്റ് ഉപയോഗിക്കുക. 2 മെത്തേഡുകളാണ് ഇതിലുള്ളത്. ഒന്ന് ഫിൽട്രേഷൻ ആണ്, സെഡിമെൻറ്റേഷൻ ആണ്. എന്താണ് ഫിൽട്രേഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, റിമൂവൽ ഓഫ് ഫ്ലോട്ടിംഗ് ഡെബ്രിസ് ആണ്. അതായത് ആ സീവേജിൽ പൊന്തിക്കിടക്കുന്ന പാർട്ടിക്കിൾസ് റിമൂവ് ചെയ്യുക. സീവേജിൽ ചിലപ്പോൾ പ്ലാസ്റ്റിക് ഉണ്ടായിരിക്കും, തെർമോകോൾ ഉണ്ടായിരിക്കും, ഹ്യൂമൻ എക്സ്ക്രീറ്റ് ഉണ്ടായിരിക്കും. ഇതിനൊക്കെ നമ്മൾ ഫിൽട്ടർ ചെയ്തിട്ട് ആ ഫ്ലോട്ടിംഗ് ഡെബ്രിസിനെ റിമൂവ് ചെയ്യുന്ന പ്രോസസ്സാണ് ഏത്, ഫിൽട്രേഷൻ. അങ്ങനെ ഫിൽട്രേഷൻ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആ സീവേജിനെ അനക്കാതെ വെച്ച് കഴിഞ്ഞാൽ ആ സെഡിമെൻറ്റേഷൻ, അതിലുള്ള പാർട്ടിക്കിൾസ് എന്ത് ചെയ്യും, സെഡിമെൻ്റ് ചെയ്യും. ആ പ്രോസസ്സിനെയാണ് നമ്മൾ സെഡിമെൻറ്റേഷൻ എന്ന് വിളിക്കുക. സെഡിമെൻറ്റേഷൻ വഴി നമുക്ക് ആരെ റിമൂവ് ചെയ്യാൻ വേണ്ടി പറ്റും, ഗ്രിറ്റുകളെ റിമൂവ് ചെയ്യാൻ വേണ്ടി പറ്റും. ആരാണ് ഈ ഗ്രിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സോയിലും പെബിൾസും, അതായത് ആ സീവേജിലുള്ള സോയിൽസും പെബിൾസും ഒക്കെ സെഡിമെൻറ്റേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് വഴി നമുക്ക് റിമൂവ് ചെയ്യാൻ വേണ്ടി പറ്റുമെന്നതാണ്. ഇതാണ് പ്രൈമറി ട്രീറ്റ്മെൻറ്റ്. സെക്കൻഡ് ട്രീറ്റ്മെൻ്റ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോസസ്സ്. അതിന് നമ്മൾ ബയോളജിക്കൽ ട്രീറ്റ്മെൻറ്റ് എന്നും കൂടെ പറയും. ഓക്കെ, മൈക്രോബ്സുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, സെക്കൻഡറി ട്രീറ്റ്മെൻറ്റ് ചെയ്യാം. ഓക്കെ അല്ലേ? അപ്പോൾ ഈ സീവേജിൽ ആരുണ്ടായിരിക്കും എന്നറിയോ, എയറോബിക് മൈക്രോബ്സുകൾ ഉണ്ടായിരിക്കും. ഏതൊക്കെ മൈക്രോബ്സുകളാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബാക്ടീരിയയും ഫംഗസുമാണ് ഉണ്ടായിരിക്കുക. ഇവരെന്ത് ചെയ്യുന്നറിയോ, ആ സീവേജിലെ ഓർഗാനിക് കോമ്പൗണ്ടുകളെ യൂസ് ചെയ്യും. ദേ യൂസ് ഓർഗാനിക് മാറ്റർ ഇൻ സീവേജ്. അവർ സീവേജിലെ ഓർഗാനിക് കോമ്പൗണ്ടുകളെ യൂസ് ചെയ്യും ആൻഡ് ഗ്രോ, നന്നായിട്ട് വളരും. അങ്ങനെ ഇവർ ഫ്ലോക്സുകൾ ഫോം ചെയ്യും. എന്താണ് ഫ്ലോക്സ് എന്നുള്ളത് നിങ്ങൾ നിർബന്ധമായിട്ട് പഠിച്ചിരിക്കണം, എക്സാമിന് ചോദിക്കും. ബാക്ടീരിയ അസോസിയേറ്റഡ് വിത്ത് ഫംഗൽ ഫിലമെന്റ് ടു ഫോം എ മെഷ് ലൈക്ക് സ്ട്രക്ചർ. അതായത് ഞാൻ നേരത്തെ പറഞ്ഞു, ഇതിലുള്ള എയറോബിക് മൈക്രോബ്സുകളായിട്ടുള്ള ബാക്ടീരിയ ഈ ഓർഗാനിക് കോമ്പൗണ്ടുകൾ നന്നായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അവർ വിഗറസ് ആയിട്ട് വളരും. അങ്ങനെ വളർന്നു കഴിഞ്ഞാൽ ഈ ബാക്ടീരിയ ഉണ്ടല്ലോ, ഈ ഫംഗൽ ഫിലമെന്റിന്റെ ഉള്ളിൽ കുടുങ്ങിക്കിടന്നുകൊണ്ട് ഒരു മെഷ് പോലത്തെ ഒരു സ്ട്രക്ചർ ഉണ്ടാകും. ഈ മെഷ് പോലത്തെ സ്ട്രക്ചറിനെയാണ് നമ്മൾ എന്ത് പേര് വിളിക്കുക, ഫ്ലോക്സ് എന്ന് വിളിക്കുക. ഈ ഫ്ലോക്സിൽ ഫംഗൽ ഫിലമെന്റും പിന്നെ ആരുമാണ് ഉണ്ടാവുക, ബാക്ടീരിയയുമാണ് ഉണ്ടാവുക. ഓക്കെ അല്ലേ? അടുത്ത കാര്യം ശ്രദ്ധിക്കുക, ദീസ് മൈക്രോബ്സ് കൺസ്യൂം ദ ഓർഗാനിക് കോമ്പൗണ്ട് ഇൻ ദ സീവേജ്. ആ സീവേജിലെ ഓർഗാനിക് കോമ്പൗണ്ടുകളെയൊക്കെ മൈക്രോബ്സ് എന്ത് ചെയ്യും, ഉപയോഗിക്കും. അങ്ങനെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഓക്കെ, ആ സീവേജിൻ്റെ BOD എന്ന് പറയുന്ന സാധനം കുറയും. ഓക്കെ, BOD എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബയോ കെമിക്കൽ ഓക്സിജൻ ഡിമാൻഡാണ്. ആ BOD കുറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണെന്ന് അറിയോ, വെള്ളം ലെസ് പൊല്യൂട്ടഡ് ആയി എന്നാണ് അർത്ഥം. അതായത് ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇനിയും ആവശ്യമുണ്ട് എന്നുള്ളതാണ്. അതായത് ബാക്ടീരിയക്ക് ഇനിയും ഓക്സിജൻ്റെ ആവശ്യമുണ്ട് എന്നുള്ളതിന് അർത്ഥം എന്താണ്, ബാക്ടീരിയ ഇനിയും ആ വെള്ളത്തിൽ ഒരുപാട് ഓർഗാനിക് കോമ്പൗണ്ടുകൾ ഉണ്ട്. അപ്പോൾ ആ ഓർഗാനിക് കോമ്പൗണ്ടുകളൊക്കെ ഡീഗ്രേഡ് ചെയ്യാൻ ബാക്ടീരിയക്ക് ഇനിയും ഓക്സിജൻ ആവശ്യമുണ്ട് എന്നുള്ളതിൻ്റെ അർത്ഥം ആ വെള്ളം കൂടുതൽ പൊല്യൂട്ടഡ് ആണ് എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഈ BOD കുറയുന്നതോടുകൂടെ ഈ വെള്ളം എന്തായി പോകും, ലെസ് പൊല്യൂട്ടഡ് ആയിട്ട് മാറും. ഓക്കെ, BODയുടെ ഡെഫിനിഷൻ നിങ്ങളൊന്ന് പഠിച്ചു വെക്കണം. ബയോ കെമിക്കൽ ഓക്സിഡേഷൻ ഡിമാൻഡ് എന്താണെന്ന് പഠിച്ചു വെക്കണം. എമൗണ്ട് ഓഫ് ഓക്സിജൻ റിക്വയർഡ് ഫോർ ദ ബാക്ടീരിയ ടു ഓക്സിഡൈസ് ഓൾ ഓർഗാനിക് കോമ്പൗണ്ട് പ്രസൻറ്റ് ഇൻ 1 ലിറ്റർ ഓഫ് വാട്ടർ. 1 ലിറ്റർ വെള്ളത്തിലുള്ള ഓർഗാനിക് കോമ്പൗണ്ടുകളെ ഡീഗ്രേഡ് ചെയ്യാൻ ബാക്ടീരിയക്ക് ആവശ്യമായിട്ടുള്ള ഓക്സിജന്റെ അളവിനെയാണ് നമ്മൾ എന്ത് പേര് വിളിക്കുക, BOD എന്ന് വിളിക്കുക. വെള്ളത്തിന്റെ BOD കൂടിക്കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്, വാട്ടർ ഈസ് മോർ പൊല്യൂട്ടഡ് എന്നാണ് അർത്ഥം. നിർബന്ധമായിട്ട് പഠിച്ചിരിക്കണം. BOD കുറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം എന്താണ്, ലെസ് പൊല്യൂട്ടഡ് എന്നാണ് അർത്ഥം. ഓക്കെ, അപ്പോൾ BOD കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്ന അറിയോ, ആ സീവേജിനെ ഒരു സെറ്റ്ലിംഗ് ടാങ്കിലേക്ക് മാറ്റും. അങ്ങനെ സെറ്റ്ലിംഗ് ടാങ്കിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ അതിലെ ഫ്ലോക്സുകളൊക്കെ ഉണ്ടല്ലോ, ആ സെറ്റ്ലിംഗ് ടാങ്കിൻ്റെ അടിയിൽ അടിഞ്ഞുകൂടും. ആ അടിഞ്ഞുകൂടിയ ഫ്ലോക്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്, ആക്ടിവേറ്റഡ് സ്ലഡ്ജ് എന്നാണ് വിളിക്കുക. നിർബന്ധമായിട്ട് പഠിക്കണം. ആക്ടിവേറ്റഡ് സ്ലഡ്ജ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സെഡിമെന്റഡ് ഫ്ലോക്സ് ഇൻ സെറ്റിലിംഗ് ടാങ്ക് ആണ്. സെറ്റിലിംഗ് ടാങ്കിൽ കാണുന്ന സെഡിമെന്റഡ് ഫ്ലോക്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്, ആക്ടിവേറ്റഡ് സ്ലഡ്ജ് എന്നാണ് വിളിക്കുക. ഓക്കെ അല്ലേ? അപ്പോൾ അങ്ങനെ ഫ്ലോക്സുകളൊക്കെ രൂപാന്തരപ്പെട്ട് കഴിഞ്ഞാൽ ഈ സെറ്റിലിംഗ് ടാങ്കിൽ ഫ്ലോക്സുകൾ സെറ്റിലാകും. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, ആ സീവേജിനെ
ലെസ് പൊല്യൂട്ടഡ് ആയിട്ടുള്ള വെള്ളത്തിനെ നമ്മൾ എങ്ങോട്ടേക്ക് കളയും, നാച്ചുറൽ വാട്ടർ ബോഡീസിലേക്ക് റിലീസ് ചെയ്യും. ഓക്കെ, അടുത്ത പോയിന്റ് ശ്രദ്ധിച്ചോ. ദ മിനിസ്ട്രി ഓഫ് എൻവിയോൺമെന്റ് ആൻഡ് ഫോറസ്റ്റ് ഇനീഷ്യേറ്റഡ് ഗംഗ ആക്ഷൻ പ്ലാൻ ആൻഡ് യമുന ആക്ഷൻ പ്ലാൻ ടു സേവ് ഫ്രം വാട്ടർ പൊല്യൂഷൻ. ഇന്ത്യയിലെ 2 ഹോളി റിവറുകളാണ് ഗംഗയും യമുനയും. ഓക്കെ, നല്ല പൊല്യൂട്ടഡ് ആയിട്ടുള്ള ഒരു റിവറാണ് ഗംഗയും യമുനയും. അപ്പോൾ അതിനൊക്കെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് മിനിസ്ട്രി ഓഫ് എൻവിയോൺമെന്റ് ആൻഡ് ഫോറസ്റ്റ് എന്ത് ചെയ്തു എന്നറിയോ, ഗംഗ ആക്ഷൻ പ്ലാനും യമുന ആക്ഷൻ പ്ലാനും ഉണ്ടാക്കി. അതിന്റെ ഫലമായിട്ട് രാജ്യത്തിന്റെ പല സ്ഥലത്ത് നമ്മുടെ സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റുകൾ ഉണ്ടായി എന്നാണ് പറയുന്നത്. ഓക്കെ അല്ലേ? യെസ്. ഇനി നമുക്ക് അടുത്തത് പഠിക്കാനുള്ളത് 4ാമത്തത് മൈക്രോബ്സ് ഇൻ ദ പ്രൊഡക്ഷൻ ഓഫ് ബയോഗ്യാസ് ആണ്. ബയോഗ്യാസ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മൈക്രോബ്സിനെ ഉപയോഗിക്കും. എന്താണ് ബയോഗ്യാസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ മിക്സ്ചർ ഓഫ് ഗ്യാസ് ആണ്. ഓക്കെ, മെയിൻ ആയിട്ട് അതിൽ ആരാണ്ടാവുക, മീഥെയിനും ഹൈഡ്രജൻ സൾഫൈഡും കാർബൺ ഡൈ ഓക്സൈഡുമാണ് ബയോഗ്യാസിൽ ഉണ്ടാവുക. ഓക്കെ, മെത്തനോജൻസ് ഗ്രോ അനേറോബിക്കലി ഓൺ സെല്ലുലോസ് മെറ്റീരിയൽ ആൻഡ് പ്രൊഡ്യൂസ് മീഥെയിൻ ആണ്. അതായത് മെത്തനോജൻസ് എന്ന് പറഞ്ഞാൽ മെത്തനോ ബാക്ടീരിയം, മീഥെയിൻ ഉണ്ടാക്കുന്ന ബാക്ടീരിയം. ഓക്കെ, ആരാണ് ഈ മീഥെയിൻ ബാക്ടീരിയൻ്റെ പേര് പഠിച്ചു വെച്ചോ. മീഥെയിൻ ഉണ്ടാക്കുന്ന ബാക്ടീരിയനെ വിളിക്കുന്ന പേരാണ് മെത്തനോ ബാക്ടീരിയം എന്നാണ് വിളിക്കുക. ഇവരെങ്ങനെയാണ് മീഥെയിൻ ഉണ്ടാക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ അനൈറോബിക്കലി സെല്ലുലോസ് മെറ്റീരിയലിൻ്റെ മുകളിൽ അനൈറോബിക് ഡൈജഷൻ നടത്തുമ്പോഴാണ് എന്തിനുണ്ടാക്കുക, മീഥെയിൻ എന്ന് പറയുന്ന ഗ്യാസിനെ ഇവർ ഉണ്ടാക്കുക. ഓക്കെ, ഈ മെത്തനോ ബാക്ടീരിയം കോമൺ ആയിട്ട് കാണുന്ന ഒരു സ്ഥലമാണ് റൂമൻ ഓഫ് കാറ്റിൽ. അതായത് കാറ്റിലിൻ്റെ വയറിൻ്റെ ഉള്ളിലുള്ള ഒരു കമ്പാർട്ട്മെൻറ്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് റൂമൻ എന്നാണ് വിളിക്കുക. ആ റൂമൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് ആരെ കാണാം, മെത്തനോ ബാക്ടീരിയത്തിനെ കാണാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ ഈ കൗ ഉണ്ടല്ലോ, അതിൻ്റെ കൗഡങ്കിൽ, ചാണകത്തിൽ നിങ്ങൾക്ക് ഒരുപാട് ആരെ കാണാം, ഈ മെത്തനോ ബാക്ടീരിയത്തിനെ കാണാൻ വേണ്ടി പറ്റും. സോ കാറ്റിൽ ഡങ്ക്, നമ്മുടെ ചാണകം, ഗോബർ ഈസ് റിച്ച് ഇൻ ദിസ് മെത്തനോ ബാക്ടീരിയം. ഓക്കെ, അതുകൊണ്ട് കൗഡങ്ക് നമുക്ക് എന്തിനു വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടി പറ്റും, ബയോഗ്യാസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കൗഡങ്കിനെ ഉപയോഗിക്കും. അതുകൊണ്ട് നമ്മൾ ബയോഗ്യാസിനെ വിളിക്കുന്ന വേറൊരു പേരാണ് ഗോബർ ഗ്യാസ് എന്ന് പറയും. കാരണം കൗഡങ്കിൽ നിങ്ങൾക്ക് ആരെ കാണാം, മെത്തനോ ബാക്ടീരിയത്തിനെ കാണാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഒരു ബയോഗ്യാസ് പ്ലാന്റ്. ഈ ബയോഗ്യാസ് പ്ലാന്റിൽ മെയിനായിട്ട് എന്തൊക്കെയാണ് അടങ്ങിയിട്ടുള്ളത് നോക്കിക്കോ. ഒരു കോൺക്രീറ്റ് ടാങ്ക് ഉണ്ട്. ഓക്കെ, ടു കളക്ട് ബയോ വേസ്റ്റ്. ഇതാണ് ആ കോൺക്രീറ്റ് ടാങ്ക്. ബയോ വേസ്റ്റിനെ കളക്ട് ചെയ്യാൻ, വീട്ടിലെ ബയോ വേസ്റ്റിനെ നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കും, ഈ കോൺക്രീറ്റ് ടാങ്കിലേക്ക്. എന്നിട്ട് നമ്മൾ അതിലേക്ക് ആരെയും ആഡ് ചെയ്യുന്നറിയോ, സ്ലറി ഓഫ് ഡങ്ക്. എന്താ സ്ലറി ഓഫ് ഡങ്ക്? ചാണകവും വെള്ളവും മിക്സ് ആക്കിയിട്ട് നമ്മൾ ഈ ടാങ്കിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കും. ഓക്കെ, എന്തുകൊണ്ടാണ് ചാണകത്തിന് ആഡ് ചെയ്യുന്നത്? അതിൽ ആരുണ്ട്, മെത്തനോ ബാക്ടീരിയം ഉണ്ട്. ഇവരെന്ത് ചെയ്യുന്നു, ഈ ബയോ വേസ്റ്റിലുള്ള സെല്ലുലോസിനെ ഡീഗ്രേഡ് ചെയ്യുമ്പോൾ ആര് പ്രൊഡ്യൂസ് ചെയ്യും, ബയോഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യും. ഈ ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ മുകളിൽ ഒരു ഫ്ലോട്ടിംഗ് ലിഡ് ഉണ്ട്. നമ്മൾക്ക് കാണാം, എ ഫ്ലോട്ടിംഗ് കവർ ഉണ്ട്. കീപ്പ് ഓൺ റൈസിങ് ആസ് ദ ബയോഗ്യാസ് ഈസ് പ്രൊഡ്യൂസ്ഡ്. ബയോഗ്യാസ് ഉണ്ടായി കഴിഞ്ഞാൽ ഈ ലിഡ് ഇങ്ങനെ മുകളിലേക്ക് വരും. ഓക്കെ, ഇതിൻ്റെ ഉള്ളിലുള്ള ബയോഗ്യാസ് ഉണ്ടല്ലോ, ഒരു ഔട്ട്ലെറ്റ് വഴി നമ്മൾ റിമൂവ് ചെയ്യും. ഓക്കെ, ആൻഡ് ഔട്ട്ലെറ്റ് പൈപ്പ് ടു സപ്ലൈ ബയോഗ്യാസ് ആണ്. ഓക്കെ, ഇനി വേറെയും ഒരു ഔട്ട്ലെറ്റ് ഉണ്ട്. ഇവിടെ നിങ്ങൾക്ക് കാണാം. ഓക്കെ, ഈ സ്പെൻഡ് ആയിട്ടുള്ള സ്ലറിനെ ഫെർട്ടിലൈസർ ആയിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ സ്പെൻഡ് സ്ലറിനെ റിമൂവ് ചെയ്യുന്ന ഒരു ഔട്ട്ലെറ്റും എവിടെ ഉണ്ട്, ഈ ബയോഗ്യാസ് പ്ലാന്റിലുണ്ട്. ഓക്കെ അല്ലേ, പഠിച്ചു വെക്കുക. ഇനി ഇന്ത്യയിൽ ഈ ബയോഗ്യാസ് പ്ലാന്റിൻ്റെ ടെക്നോളജി ഡെവലപ്പ് ചെയ്ത ഓർഗനൈസേഷനാണ് ഇന്ത്യൻ അഗ്രികൾച്ചർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടും ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് കമ്മീഷനും IARAയും KVICയുമാണ് ഇന്ത്യയിലെ ബയോഗ്യാസ് പ്രൊഡക്ഷൻ്റെ ടെക്നോളജി ഡെവലപ്പ് ചെയ്ത ആൾക്കാർ. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് പഠിക്കാനുള്ളത് മൈക്രോബ്സ് ആസ് ബയോ കൺട്രോൾ ഏജൻ്റ് ആണ്. ഓക്കെ, എന്താണ് ബയോ കൺട്രോൾ ഏജൻ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബയോകൺട്രോൾ ഈസ് ദ യൂസ് ഓഫ് ബയോളജിക്കൽ മെത്തേഡ് ഫോർ കൺട്രോളിങ് പ്ലാന്റ് ഡിസീസ് ആൻഡ് പെസ്റ്റ്. പ്ലാന്റ്സിന് അസുഖമുണ്ടാക്കുന്ന ആൾക്കാരെ കൺട്രോൾ ചെയ്യാനും പെസ്റ്റുകളെ കൺട്രോൾ ചെയ്യാനും നമ്മൾ ലിവിങ് ഓർഗാനിസത്തിന് ഉപയോഗിക്കുകയാണ്. അപ്പോൾ ലിവിങ് ഓർഗാനിസത്തിന് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് പെസ്റ്റിനെയും പ്ലാന്റ്സിന് അസുഖമുണ്ടാക്കുന്ന ആൾക്കാരെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, ഏതൊക്കെ ആൾക്കാരെയാണ് നമ്മൾ ഉപയോഗിക്കാൻ നോക്കിക്കോ. ഒന്ന് ലേഡി ബേർഡുകളാണ്. ഓക്കെ, ഈ ലേഡി ബേർഡ് എന്ന് പറഞ്ഞാൽ ബീറ്റിലാണ്. കൺട്രോൾ ആംഫിഡ്സ് പറഞ്ഞാൽ മുഞ്ഞകൾ എന്നാണ് വിളിക്കുക. ഈ മുഞ്ഞകളൊക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി നമ്മൾ ലേഡി ബേർഡിനെ ഉപയോഗിക്കും. ഓക്കെ, ഡ്രാഗൺ ഫ്ലൈസ് ഉപയോഗിച്ചിട്ട് നമ്മൾ മൊസ്കിറ്റോസിനെ കൺട്രോൾ ചെയ്യും. ഇനി മൈക്രോബ്സുകൾ നമ്മൾ ബയോ കൺട്രോൾ ഏജൻ്റ് ആയിട്ട് ഉപയോഗിക്കും. ഓക്കെ, അതിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്സാമ്പിളാണ് ബാസിലസ് തുറിഞ്ചിയൻസിസ് എന്ന് പറയുന്ന ബാക്ടീരിയ ടു കൺട്രോൾ ബട്ടർഫ്ലൈ കാറ്റർപില്ലകളാണ്. ഓക്കെ, അതിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ബാക്ടീരിയയാണ് ബാസിലസ് തുറിഞ്ചിയൻസിസ്. ഓക്കെ, ടു കൺട്രോൾ ബട്ടർഫ്ലൈ കാറ്റർപില്ലർ. പഠിച്ചു വെക്കണം. അടുത്തത്
ട്രൈക്കോഡെർമ പോളിസ്പോറം എന്ന് പറയുന്ന ഫംഗസ് ആണ്. ഓക്കെ, എവിടെ കാണുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദേ ആർ ഫ്രീ ലിവിങ് പ്രസന്റ് ഇൻ ദ റൂട്ട് എക്കോസിസ്റ്റം. പ്ലാന്റിന്റെ റൂട്ട് എക്കോസിസ്റ്റത്തിൽ കാണുന്ന ഒരു ഫംഗസ് ആണ് ട്രൈക്കോഡെർമ സ്പീഷീസ് എന്ന് പറയും. ദേ കൺട്രോൾ പ്ലാന്റ് പാത്തോജൻസ് ആണ്. ഇനി അടുത്തത് ബാക്ടീരിയോ വൈറസ് ന്യൂക്ലിയോ പോളിഹെഡ്രോജീനസിലുള്ള ബാക്ടീരിയോ വൈറസുകൾ മെയിനായിട്ട് ഇൻസെക്റ്റുകളെയും ആർത്രോപോഡുകളെയും അറ്റാക്ക് ചെയ്തുകൊണ്ട് ബയോ കൺട്രോൾ ഏജന്റ് ആയിട്ട് വർക്ക് ചെയ്യും. 3 ആൾക്കാർ പഠിച്ചു വെക്കുക: BT, ട്രൈക്കോഡെർമ ആൻഡ് ബാക്ടീരിയോ വൈറസുകൾ. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് പഠിക്കാനുള്ളത് മൈക്രോബ്സ് ആസ് ബയോ ഫെർട്ടിലൈസർ ആണ്. ഓക്കെ, ബയോ ഫെർട്ടിലൈസറുകളായിട്ട് നമ്മൾ ആരെ ഉപയോഗിക്കും? മൈക്രോബ്സുകൾ ഉപയോഗിക്കും. അപ്പോൾ എന്താണ് ബയോ ഫെർട്ടിലൈസർ? ശ്രദ്ധിച്ചോട്ടോ. ബയോ ഫെർട്ടിലൈസേഴ്സ് ആർ ഓർഗാനിസം ദാറ്റ് എൻറിച്ച് ന്യൂട്രിയൻ്റ് ക്വാളിറ്റി ഓഫ് ദ സോയിൽ. സോയിലിൻ്റെ ന്യൂട്രിയൻ്റ് ക്വാളിറ്റി കൂട്ടുന്ന ഓർഗാനിസത്തിനെയാണ് നമ്മൾ എന്ത് പേര് വിളിക്കുക? ബയോ ഫെർട്ടിലൈസർ എന്ന് വിളിക്കുക. എക്സാമ്പിളാണ് ബാക്ടീരിയ, ഫംഗസ്, സൈനോ ബാക്ടീരിയ ഒക്കെ നമ്മൾ ബയോ ഫെർട്ടിലൈസേഴ്സ് ആയിട്ട് ഉപയോഗിക്കും. ഒന്നാമത്തെ എക്സാമ്പിളാണ് റൈസോബിയം എന്ന് പറയുന്ന സിംബയോട്ടിക് ബാക്ടീരിയ ഇൻ റൂട്ട് നൊഡ്യൂൾസ് ഓഫ് ലെഗുമിനസ് പ്ലാന്റ്. ലെഗുമിനസ് പ്ലാന്റിൻ്റെ റൂട്ട് നൊഡ്യൂൾസിൽ കാണുന്ന ഒരു സിംബയോട്ടിക് ബാക്ടീരിയയാണ് റൈസോബിയം. എന്താണ് ഇതിൻ്റെ ഉപയോഗം? ഫിക്സ് അറ്റ്മോസ്ഫറിക് നൈട്രജൻ ആണ്. അറ്റ്മോസ്ഫറിക് നൈട്രജനെ ഫിക്സ് ചെയ്യും സോയിലിലേക്ക്. അങ്ങനെ സോയിലിലെ ന്യൂട്രിയൻ ക്വാളിറ്റി കൂട്ടുന്ന ഒരു സിംബയോട്ടിക് ബാക്ടീരിയയാണ് ആര്? റൈസോബിയം. രണ്ടാമത്തെ ആളാണ് അസോസ്പിറില്ലം ആൻഡ് അസോറ്റോബാക്ടർ എന്ന് പറയും. ഫ്രീ ലിവിങ് ബാക്ടീരിയ ഇൻ സോയിൽ. മണ്ണിൽ കാണുന്ന ഫ്രീ ലിവിങ് ബാക്ടീരിയാസ് ആണ്. ദേ വിൽ ഓൾസോ എൻറിച്ച് ദ നൈട്രജൻ കണ്ടന്റ് ഓഫ് ദ സോയിലാണ്. ഇനി മൂന്നാമത്തെ ആളാണ് മക്കളെ മൈക്കോറൈസ എന്ന് പറയും. സിംബയോട്ടിക് അസോസിയേഷൻ ഓഫ് ഫംഗൈ വിത്ത് പ്ലാന്റ് ആണ്. ഏത് ഫംഗയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗ്ലോമസ് എന്ന് പറയുന്ന ഫംഗസും പ്ലാന്റ്സും തമ്മിലുള്ള സിംബയോട്ടിക് അസോസിയേഷൻ ആണ് ആര്? മൈക്കോറൈസ എന്ന് പറയുന്ന ആൾ. ഇനി അടുത്തത് സയനോ ബാക്ടീരിയ അല്ലെങ്കിൽ ബ്ലൂ ഗ്രീൻ ആൽഗിയാണ്. ഓട്ടോട്രോപ്പിക് മൈക്രോബ്സ് ആണ്. ദേ ഫിക്സ് അറ്റ്മോസ്ഫറിക് നൈട്രജൻ ആണ്. ഇവരും എന്തിനെ ഫിക്സ് ചെയ്യും? അറ്റ്മോസ്ഫറിക് നൈട്രജനെ ഫിക്സ് ചെയ്യും എന്നുള്ളതാണ്. എക്സാമ്പിളാണ് സൈനോ ബാക്ടീരിയക്ക് എക്സാമ്പിൾ പഠിച്ചു വെച്ചോ: അനബീന, നോസ്റ്റോക്ക്, ഓസ്ലിറ്റോറിയ. ഓക്കെ, ഇത്രയേ ഉള്ളൂ നമുക്ക് മൈക്രോബ്സ് ഇൻ ഹ്യൂമൻ വെൽഫെയർ എന്ന് പറയുന്ന ചാപ്റ്റർ. ഓക്കെ, താങ്ക് യു.